ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കിച്ചണിലാണ് കേട്ടോ. കാരണം സമയമുണ്ടായിട്ടല്ല, എന്നാലും ഒരു ചിക്കൻ വാങ്ങിച്ചിട്ടൊന്ന് പോയി. ചിക്കൻ കറി കുറേ നാളാണ് നമ്മൾ കറിവേപ്പില വറുത്തരച്ച ചിക്കൻ കറി, കറിവേപ്പില വറുത്ത് പൊടിച്ചിട്ടൊരു ചിക്കൻ കറി വെക്കണമെന്ന് ഒരു മോഹം കുറേ മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ഒരു ചിക്കൻ കറി വെച്ചാലോ അല്ലേ? എന്തായാലും ജോലി തിരക്കുക തന്നെ, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കെന്തെങ്കിലും ടേസ്റ്റി ആയിട്ട് വല്ലതും കഴിക്കണ്ടേ. അപ്പോൾ ചിക്കൻ കറി ആകുമ്പോൾ വേറെ കറികളൊന്നും ഇല്ലെന്ന് കുഴപ്പമില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചോറും കറിയൊക്കെ വെക്കണം. ഞാൻ എൻ്റെ മരുമോളെ വീട്ടിൽ പോയത് ഞാൻ ലൈവ് ഇട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് സമയമില്ലത്. അപ്പോൾ ചിക്കൻ കറി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരൊറ്റ കറിയിൽ തീരും. ഇതിപ്പോൾ ഇത്രയും കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ കൂടെ വെക്കാൻ എളുപ്പമാണ്, പക്ഷേ കാണുമ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ തുടങ്ങാം. ഓക്കെ, നമുക്കിന്ന് ചിക്കൻ കറി വെക്കാനുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇത് ചിക്കനാണ്, ഒരു 3/4 കിലോ ചിക്കനാണുള്ളത് കേട്ടോ. ഇത് നല്ല ഒരു മുറി തേങ്ങയുടെ പാലാണ്, ഒരു തേങ്ങയുടെ പകുതി തേങ്ങയുടെ പാലാണ്. ഇത് കുറച്ച് പച്ചമുളക് എൻ്റെ സ്വന്തം മുതലാണ് കേട്ടോ, ഇവിടെ നിന്നതാണ്. അപ്പോൾ ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അതുപോലെ തന്നെ ഈ കുരുമുളക് എൻ്റെ സ്വന്തം കുരുമുളക് ഞാൻ ഉണക്കി ഇതുപോലെ കുറേശ്ശെ കിട്ടുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചേക്കും. അപ്പോൾ അത് ഉണങ്ങുമ്പോൾ എടുത്തിട്ട് ഞാൻ വറുത്ത് പൊടിക്കും. ഇവിടെ നമുക്ക് ഒരു 5-6 മൂട് കുരുമുളക് ഞാൻ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് കിട്ടും എനിക്ക്. അല്ലാത്ത ഇരമ്പല വാങ്ങും, അതുകൊണ്ട് തകയില്ല കേട്ടോ. പിന്നെ ഇത് കറിവേപ്പില നമ്മളെ കടുവറക്കാനുള്ള മുളകാണ്. ഇത്രയും കറിവേപ്പില നമുക്ക് വേണ്ട, പക്ഷേ ഞാൻ എടുത്തതേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടെ മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഒരു 10 രൂപയ്ക്ക് വാങ്ങുന്ന കറിവേപ്പിലേൻ്റെ ഒരു അരപ്പങ്ക് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പിടി. അപ്പോൾ അതിൻ്റെ ഒരു പകുതിക്ക് താഴെ ഇത്രയും ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ മല്ലിയില, നാടൻ മല്ലിയിലാണ്, ഇവിടെയുള്ള നാടൻ മല്ലിയിലാണ്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് മഞ്ഞൾപ്പൊടി, ഇത് മുളക് വറുത്ത് പൊടിച്ചത്, ഇത് മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചത്. പിന്നെ ഇത് കടുക് വറുക്കാനുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചോപ്പറിൽ, നമ്മൾ ചോപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മിക്സിയുടെ ജാറിൻ്റെ ചോപ്പർ, അതായത് ഈ ചോപ്പറിലിട്ട് ഒരടി അടിച്ചെടുത്തതാണ്. ഇത് ഈ സാധനം ഒരു ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ അരച്ചെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് മതി. ഇത് ഒരുപാട് കൂടുതലുണ്ട്, അപ്പോൾ ഈ മുഴുവനൊക്കെ ഒന്നുകൂടി പറയട്ടെ. അപ്പോൾ നമുക്ക് ഇത് ടൊമാറ്റോ, ഇത് ചെറിയ ഉള്ളി, ചുവന്നുള്ളി ചെറുത്, സവാള വേണ്ട കേട്ടോ, ഇതിന് സവാള വേണ്ട. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിൻ്റെ. പിന്നെ കടുക് വറുക്കാൻ കടുക്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നും വേണ്ട. അപ്പം നമുക്ക് കണ്ടല്ലോ ഇത്രയും സാധനങ്ങൾ ഇരിപ്പുണ്ട് നമ്മുടെ കൂടെ. അപ്പം നമുക്കിതിൻ്റെ പണി തുടങ്ങാം അല്ലേ? അപ്പം നമുക്ക് ആരംഭിച്ചാലോ? ഓക്കെ, ഞാനൊരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കറിവേപ്പില ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കാരണം കറിവേപ്പിലയിൽ വെള്ളം ഉണ്ട്, അപ്പോൾ നമുക്ക് പിന്നെ ആ ചട്ടിയിലെ വെള്ളം പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ആ ചീന വറുത്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ സൗണ്ട് കേൾക്കുന്നത്. നമുക്ക് ഈ കുറച്ച് വെച്ചിട്ട് ഒന്ന് നല്ലോണം വറുത്തെടുക്കാം. അതായത് കൈകൊണ്ട് ഞെരടിയാൽ പൊടിയുന്ന രീതിയിൽ ഇത് വറുത്തെടുക്കാം. ഭാഗമായിട്ടില്ല, കാരണം കൈകൊണ്ട് ഞെരടിയാൽ പൊടിഞ്ഞ് വന്നാൽ നമുക്ക് കഴിയുമ്പോൾ നല്ല പൊടിവരാന്ന് ആയിക്കോളും കേട്ടോ. പപ്പടം പോലെ പൊടിഞ്ഞ് വരും കേട്ടോ, നല്ല പൊടിഞ്ഞ് വരും. ഒരു കുട്ടികൾക്ക് കറിവേപ്പില ഈ ഭക്ഷണത്തിനകത്തൊക്കെ അങ്ങ് കഴിക്കാനായിട്ട് എങ്ങനെയെങ്കിലും കൊടുക്കണം. അതായത് ഈ പൊടി ഇതുപോലെയൊക്കെയുള്ള ആകുമ്പോൾ നമുക്ക് അറിയത്തേയില്ല, നല്ല ടേസ്റ്റാണ്, ഒരു ചുവയോ ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ല പാകത്തിന് മുതിരണം. അപ്പം നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് വറുത്ത് ഇത് നല്ല പാകത്തിനുണ്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ ഇതുപോലെ നല്ല കണ്ട മൊരമൊരാന്നാവുന്നുണ്ടോ, ഇത് പൊടിഞ്ഞ് വരും കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഞെരടി പൊടിച്ചാൽ മതി. അപ്പോൾ ഇതിനൊരു അതായത് വെള്ളയരപ്പില്ലാത്തൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അല്ലേ? മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പാനിൽ തന്നെ നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് പാകത്തിന് അത്യാവശ്യം എണ്ണ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ്റെ പരിപാടി തുടങ്ങാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. നമുക്ക് എന്ത് വെണ്ണ ആണെങ്കിലും ഒഴിക്കാം, ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഇട്ടു, ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കോളുക, ഇത് ലാസ്റ്റാണ് ഇടുന്നത്. നമുക്ക് ഇതും തേങ്ങാപ്പാൽ ലാസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ കത്തിരി ഇതിൻ്റെ പൊടി കുറച്ച് വില കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഈ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം.
സമയം കൊണ്ട് ഇതിനെന്ത് ചെയ്യാമെന്നറിയാമോ? ഇതിൽ നമ്മൾ ചിക്കനിൽ കുരുമുളക് ഒരു 1.5 സ്പൂൺ, കുരുമുളക് ഇച്ചിരി കൂടുതൽ ചേർക്കണം അതിന്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ചേർക്കണം കേട്ടോ. മല്ലിപ്പൊടി കൂടുതൽ ചേർക്കണം. മുളക് പൊടി കുറച്ചിട്ടാൽ മതി. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് കൂടുതലിടാം. അപ്പോൾ ഇത് വരച്ച് വെച്ചിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാതെ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ആ പാകത്തിന് ഉപ്പിട്ടു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി. ഇനി മുളക് പൊടി ഇടണം. അതിനകത്ത് നമുക്ക് ഇതൊന്ന് എൻ്റെ മുഖം ഇപ്പം എൻ്റെ മരം കൊണ്ടൊക്കെ ഇപ്പം കുറച്ചുകൂടെ നല്ല പാറ പോലെയാണ് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണം. ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ, കുഞ്ഞ് സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ നോക്കാം. അപ്പം നമുക്കിതൊന്ന് വിരകി വെച്ചിട്ടാം. മഞ്ഞൾപ്പൊടി ഇട്ടില്ല, മഞ്ഞൾപ്പൊടി ഇടണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടാൽ അപ്പം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നതിലൂടെ ഇതിനകത്തിട്ടൊന്ന് വെച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്ത ജോലിയെല്ലാം കൂടെ ഒരുമിച്ച് നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് സമയമില്ലാത്തവർക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് വിരകി വെച്ചിരിക്കാം. നമ്മളിതൊന്ന് കുഴച്ചിട്ട് ഇത് നല്ലോണം കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കൂടെ ഇതിനകത്തേക്ക് തട്ടുന്നു. നമ്മൾ ഉള്ളിയും പച്ചമുളകും പിന്നീടാണ് വഴറ്റിയിടുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ മറ്റു ചിക്കൻ വയ്ക്കുമ്പോൾ തന്നെ അത് പിന്നീടിനകത്ത് വഴറ്റിയിടുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കുന്നത് കഴിക്കാം. നമ്മളെ ഗരം മസാലയാണ്. ഒരൽപ്പം മസാല കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ പട്ട എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കേട്ടോ, അതുകൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ കറിവേപ്പില നിങ്ങൾ കാണുന്നതുകൊണ്ട് ചെവയ്ക്കൊന്നുമില്ല കേട്ടോ. നല്ല ഒരു ചുവയും കാണത്തില്ല, നല്ല ടേസ്റ്റാണ്. കറിവേപ്പില വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് അടച്ചു വെച്ച് കഴിക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഒരൽപ്പം കൂട്ടി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി മല്ലിയോ പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ എന്തെങ്കിലും ചേർക്കാം. അപ്പോൾ അതിവിടെ തന്നെ ഇരുന്നുണ്ട്. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ എന്തിനു വേണമെങ്കിലും വെച്ച് പൊടിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ ഞെരടുമ്പോൾ തന്നെ നല്ല പൊടിച്ച് വേണ്ട, നല്ല പൊടിഞ്ഞ് വേണ്ട. ഇത് പൊടിഞ്ഞ് വരും. നമുക്ക് ഞെരടി പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ മറ്റേ ഇടികല്ലുണ്ടല്ലോ അതിൽ വെച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. നല്ല പൊടിഞ്ഞ് മാവ് പോലെ ആവണ്ട, നല്ല പൊടിഞ്ഞ് ഇങ്ങനെ വേണം. നല്ല മൂപ്പിച്ചെടുത്താൽ ഇതുപോലെ നല്ല പൊടിഞ്ഞ് കിട്ടും. ഇതുകൊണ്ട് നല്ല പൊടിച്ച് നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും പൊടിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ നല്ല പൊടിഞ്ഞ് വേണം. പൊടിഞ്ഞ് ഇത് നല്ല മാവ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പരിയുള്ള സാധനമാണ്. അത് നമുക്കിപ്പോൾ വേണ്ട, മാറ്റി വെച്ചിട്ട് അരപ്പങ്ക് വേവായിട്ടുണ്ട്. കുറച്ചുകൂടെ വേണം. ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം. നമുക്ക് അപ്പുറത്തെ പാൻ വെച്ചിട്ട് ഒരു ശകലം എണ്ണ ഒഴിച്ചിട്ട് ഒരു അല്പം എണ്ണ മതി കേട്ടോ. നമ്മൾ ചിക്കനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്.
ഒരല്പം എണ്ണ ഒഴിച്ചു ഉള്ളിയുടെ ആ പച്ച ചുവയൊന്ന് മാറി കിട്ടാൻ കണക്കിന് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ഈ പച്ചമുളകും കൂടെ കേട്ടോ. രണ്ടും ഒന്ന് പച്ച ചുവ ഒന്ന് മാറി എടുക്കാൻ മതി. ഉള്ളി തീരെ കുഞ്ഞായിട്ട് അരിയണ്ട കേട്ടോ, രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതി കേട്ടോ. ഒരുപാട് കുഞ്ഞായിട്ട് അരിയണ്ട, രണ്ടായിട്ട് മുറിച്ചിട്ടാൽ. ചെറുതായിട്ടൊന്ന് എളുപ്പം വയ്ക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഈ ചിക്കൻ വേവണതിനകത്ത് വെച്ച് നമുക്ക് ബാക്കിയെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വെച്ചെടുക്കാവുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു കറി മതിയാണ്. സാധാരണ ചിക്കൻ കറി പോലെ നല്ല ഭയങ്കര ടേസ്റ്റാണ്. ഈ ഉള്ളിക്കകത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്തൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു പച്ച ചുവയാണ് ആയിട്ടുണ്ട്. ഇത്രയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തിട്ട് ഇതിന് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇപ്പം തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. സാധാരണ ചിക്കൻ കറിയാണ്. അതായത് ചിക്കൻ നമ്മൾ മസാല പുരട്ടിയിട്ട് എണ്ണയിലിട്ട് ഒരല്പം ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ, വെള്ളം ഒന്ന് ഒഴിക്കാതെടുക്കുമ്പോൾ ഒരു അര വേവിൽ പൊരിച്ച് നമ്മൾ വറുത്ത ചിക്കൻ പോലെയാണ്. അര വേവ്, ഒരു കുറച്ച് വേവ്. അതായത് നമുക്ക് വറുത്തതുപോലെ ആക്കണ്ട. അതിൻ്റെ മസാലയെല്ലാം ഒന്ന് പിടിച്ച് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അര വേവിന് നമ്മൾ ചിക്കൻ എണ്ണയിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർത്താൽ നമ്മൾ വറുത്ത ചിക്കൻ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് സാധാരണ കറി വെച്ചാലും അങ്ങനെ തന്നെ. നമുക്കിങ്ങനെ അല്ലാതെ വെച്ചാൽ അതിന് വലിയ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുരുമുളകൊക്കെ ഇനി മതി കേട്ടോ. ഒരല്പം കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് നല്ലതാണ്. കുരുമുളകും മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ വരുന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കാം. ഇതൊന്ന് ഇവിടെ ഇരുന്ന് തന്നെ നല്ലോണം വേവട്ടെ. അപ്പോൾ നമുക്ക് ചിക്കനും കൂടെ ഇളക്കി കൊടുക്കാം. നല്ല പാകത്തിന് വെന്ത് വരുന്നുണ്ട് അല്ലേ? കുറച്ചുകൂടെ വേവണം കേട്ടോ. അത്യാവശ്യം നല്ല വേവണം. അല്ലെങ്കിലും ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ നമ്മൾ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും ഇതിനേക്കാളും നല്ലതാണ് അടുപ്പത്ത് വേവിച്ചാൽ നല്ല ടേസ്റ്റ് വേണം. അടുപ്പത്ത് വെച്ച് വേവിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. കാരണം കുക്കറിലും ഗ്യാസിലും ഒക്കെ വെച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്നാണ് വെന്ത് കിട്ടുന്നത്. അങ്ങനെ വേവുന്നത് ശരിക്കും വേവലല്ല. അപ്പം നമ്മൾ ഇതിന് കുക്കറിൽ വെച്ച് വേവിക്കാതെ അല്ലാതെ വേവിക്കുന്നതായിരിക്കും ഈ മീറ്റ് എല്ലാം നല്ലത്. കാരണം എന്ന് വെച്ചാൽ ചിക്കനും മട്ടനും ബീഫും എല്ലാം അങ്ങനെ വേവിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനകത്ത് അല്ല, ഇതിൽ ഒരുപാട് മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. മുളക് പൊടി ഒരുപാട് ഇട്ടിട്ടില്ല, ആവശ്യത്തിന് മാത്രം. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല പാകത്തിന് വേണ്ടിയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് നല്ലോണം വേവിക്കാം. നമുക്കിതിനെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം. ഇനി നല്ല ഫ്ലെയിം കൂട്ടി വയ്ക്കണം. തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. കുറച്ച് നേരം ഇത് വേവട്ടെ കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം
നല്ല കറക്റ്റായിട്ടുണ്ട്. ഒരുപാട് എരി ഇടല്ല കേട്ടോ. ഇതിനകത്ത് മുളക് പൊടി ഇച്ചിരി കുറച്ചിടാവും. അതിന് പകരം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എരി കിട്ടും. കുരുമുളക് ധാരാളം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടും. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഒരുപാട് വേണ്ട, നമ്മൾ ആവശ്യത്തിന് മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മല്ലിയിലയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മല്ലിയില നാടൻ മല്ലിയിലയാണ് കേട്ടോ, നമ്മൾ സാധാരണ വാങ്ങുന്ന മല്ലിയിലല്ല. ഞങ്ങളിവിടെ വീട്ടിൽ എനിക്ക് നാടൻ മല്ലിയുണ്ട്, അതുകൊണ്ട് അതാണ് ഇവിടെ നല്ല മണമാണ്, നല്ല ഗുണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒരു വീഡിയോയിൽ. അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിങ്ങനെ അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് കഴിക്കാം. അപ്പോൾ നമുക്കിനി ഈ പൊടിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അല്ലേ. നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് സൂപ്പറായിട്ട്. ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും ചോറിൻ്റെ കൂടെ ആയിരുന്നാലും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും ദോശയുടെ കൂടെ ആയിരുന്നാലും നല്ല ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് ചിക്കൻ കറി ഒരുവിധ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിവേപ്പില ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറേ കൂടെ കറിവേപ്പില ചേർത്താലും ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കറിവേപ്പില വറുത്ത് പൊടിക്കുമ്പോൾ ഇതിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും കാണില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കാണും. ഒരു ചുവയോ ഒരു കയ്പോ ഒന്നും കാണിക്കില്ല. അപ്പം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ബ്ലാക്ക് കളർ വേണം. നമ്മൾ മുളക് കുറച്ചിട്ടതുകൊണ്ട് ചുവന്ന കളറായിരുന്നല്ലോ, അതിട്ടപ്പോൾ ബ്ലാക്ക് കളർ. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അത് വെച്ച് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. സൂപ്പർ സൂപ്പർ. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇനി തീ കുറച്ചിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറിവേപ്പില പൊടിച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ദോശയ്ക്കും നമുക്ക് ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല സൂപ്പർ ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. കണ്ടോ ആ ചിക്കൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ടോ? ആ കറിവേപ്പില, നമ്മൾ ആ കറിവേപ്പിലയുടെ പൊടി കണ്ടോ, കറിവേപ്പിലയുടെ പൊടി കിടക്കുന്നത് അത് ആ കറിവേപ്പില നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ ഈ കാണും പോലെയല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു ദിവസം വെച്ച് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ വെച്ച് നോക്കണം. നല്ല കറിവേപ്പില നിങ്ങൾക്ക് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പിലയിട്ട് ഒന്ന് ഇളക്കി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും മാത്രമാണ് ഇതിനകത്ത്. എന്ത് നല്ല ചിക്കനാണ്.